കാട്ടുപന്നിയെ കൊണ്ട് പൊറുതിമുട്ടിയ കണ്ണൂരിലെ മലയോര കർഷകർ ഒടുവിൽ കർഷക രക്ഷാസേനയെ വിളിച്ചു വരുത്തി. വിളകൾ തിന്നുമുടിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ദൗത്യം ഏറ്റെടുത്ത് അവരെത്തുകയും ചെയ്തു. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ 10 പഞ്ചായത്തുകളിലാണ് കർഷകരുടെ രക്ഷയ്ക്ക് കർഷക രക്ഷാസംഘം ഇറങ്ങിയത്. ജില്ലയിലെ നടുവിൽ, ഉദയഗിരി, ആലക്കോട്, ചപ്പാരപ്പടവ്, ചെങ്ങളായി, എരുവേശി, മാടായി, ചെറുതാഴം, ഏഴോം, മലപ്പട്ടം, മയ്യിൽ പഞ്ചായത്തുകളിലായാണ് സേനയുടെ സേവനം ആരംഭിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് താലൂക്കിലെ തോക്കിന് ലൈസൻസുള്ളവരുടെ കൂട്ടായ്മയായ കർഷക രക്ഷാസേന പന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി കലക്ടറേറ്റിൽ നിന്നും വാങ്ങിയതിനു ശേഷമാണ് ദൗത്യത്തിനെത്തിയത്. ഇതിനകം അവർ ഒരു ഡസനിലേറെ പന്നികളെ കൊന്നൊടുക്കി കഴിഞ്ഞു. പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർ വരെയുള്ള മേഖലയാണിത്. മാടായി പഞ്ചായത്തിലെ തവരത്തടത്ത് MLAയുടെ ഔഷധഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ഏക്കർ സ്ഥലത്ത് ഇറക്കിയ പച്ചക്കറി കൃഷി മുഴുവൻ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു. ഇവിടെ ഇറങ്ങിയ സേന 3 പന്നികളെ വെടിവെച്ചു കൊന്നു. നിരവധി പന്നികളെ കൃഷിയിടത്തിൽ നിന്നും തുരത്തുകയും ചെയ്തു. കാട്ടുപന്നികളുടെ ആക്രമണം ഭയന്ന് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്ത റബ്ബർ തോട്ടങ്ങളും പ്രദേശത്തുണ്ടായിരുന്നു. കർഷക രക്ഷാസേനയുടെ വരവോടെ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കും വരെ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടാൽ ദൗത്യത്തിന് പോകാൻ തന്നെയാണ് കർഷക രക്ഷാസേനയുടെ തീരുമാനം. പഞ്ചായത്ത് അധികൃതർ, തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ ഇവരുടെ പ്രവർത്തനം. 17 അംഗ കർഷക രക്ഷാസേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നടുവിൽ പഞ്ചായത്തിലെ മുട്ടത്തിൽ ബെന്നിയാണ്. മൃഗശല്യം മൂലം കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ കപ്പ, ചേമ്പ്, ചേന, വാഴ, പച്ചക്കറികൾ, നെല്ല് തുടങ്ങിയ എല്ലാ വിളകളും കാട്ടുപന്നി നശിപ്പിക്കുകയാണ്. അത്തരത്തിൽ കാട്ടുപന്നി ശല്യം മൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷക രക്ഷാസേന എന്ന പേരിൽ കൃഷി സംരക്ഷണത്തിനായി തോക്ക് ലൈസൻസ് ഉള്ള 17 അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെയും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറുടെയും നേതൃത്വത്തിൽ 3 ദിവസത്തെ ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ നൽകി ഞങ്ങൾ കാട്ടുപന്നി ശല്യം ഉള്ള മേഖലകളിൽ പഞ്ചായത്ത് അധികൃതർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ സേന സന്നദ്ധമായിട്ട് തയ്യാറായി നിൽക്കുന്നത്. അതുപോലെ കാട്ടുപന്നീനെ വെടിവെച്ച് കൊന്ന് നിയമാനുസൃതമായ രീതിയിൽ മറവ് ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത്. ഇപ്പോൾ തന്നെ നടുവിൽ പഞ്ചായത്ത്, ഉദയഗിരി പഞ്ചായത്ത്, ഏരുവേശി പഞ്ചായത്ത്, ആലക്കോട് പഞ്ചായത്ത്, മലപ്പട്ടം പഞ്ചായത്ത്, മയ്യിൽ പഞ്ചായത്ത്, മാടായി പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലെല്ലാം നമ്മുടെ സേവനം അവരെ ആവശ്യപ്പെടുകയും നമ്മൾ കാട്ടുപന്നിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് കാട്ടുപന്നിയെ നേരിടുന്നതിനു പകരം കൂട്ടായ ദൗത്യത്തിന് ഇറങ്ങുന്നതിൻ്റെ മേന്മയും ഇവരുടെ പ്രവർത്തനത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.